കലയുടെയും സംസ്കാരത്തിന്റെയും ഒത്തൊരുമയുടെയും സംഗമഭൂമിയായ മാനവീയത്തിന് കൂട്ടായ ഒരു കുഞ്ഞു അതിഥി കൂടി. റാണി എന്ന നായ്ക്കുട്ടിയെ നഷ്ടമായ ഇവിടുത്തുകാർക്ക് പുതിയ അതിഥി രാജയാണ് ഇപ്പോഴെല്ലാം. കാണാം രാജയുടെ വിശേഷങ്ങളും അല്പം കുറുമ്പും. റാണി എന്ന മാനവീയത്തിന്റെ സ്വന്തം വളർത്തുനായയെ കാണാതായിട്ട് ദിവസങ്ങളായി. റാണിക്കായി അന്വേഷണം തുടരുമ്പോഴാണ് ഒരു പുതിയ അതിഥി മാനവീയത്തിന്റെ ഇഷ്ടം പിടിച്ചുപറ്റുന്നത്. ഇവിടുത്തുകാരുടെ സ്വന്തം രാജ. രാജ ഇവിടെ വന്നതാണ്. റാണി പോയതിന് ശേഷം ഒരുപാട് നായ്ക്കൾ ഇവിടെ വരുന്നുണ്ട്. അതിലൊരു നായ്ക്കുട്ടിയാണ്. ഇവിടെ ജീവിക്കാവുന്നിടത്തോളം കാലം അതിനിവിടെ ജീവിക്കാം. അത് അതിൻ്റെ ഇഷ്ടമാണ്. നല്ല കുറുമ്പും കുസൃതിയും അവനെ ഇങ്ങനെ ആളുകൾ ഇത് ചെയ്യുന്നു. പക്ഷെ അതിൻ്റെ ഒരു ദോഷം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഓവർ സ്പീഡിൽ വാഹനം പോകുന്നതുകൊണ്ട് കൊച്ചുകുട്ടിയായതുകൊണ്ട് എടുത്ത് ചാടും. ഒരു പ്രാവശ്യം അപകടം ഉണ്ടായി. ഞങ്ങൾ ആശുപത്രിയിലൊക്കെ കൊണ്ടുപോയിട്ടിരിക്കുകയാണ്. മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല. കഴുത്തിൽ ചുവന്ന ബെൽറ്റും ജന്മനാ കിട്ടിയ സൗന്ദര്യവും. കുറച്ച് ഗൗരവക്കാരനാണെങ്കിലും എല്ലാവരോടും ഇഷ്ടം. ഭക്ഷണം കിട്ടിയാൽ ആള് ഹാപ്പി. ചായ കുടിക്കാൻ സമീപത്തെ കടയിലെത്തിയാലുടൻ അവരുടെ അരികിലെത്തും രാജ. പിന്നെ ഉള്ളതിൽ പങ്ക് അകത്താക്കും. ഒപ്പം രാവിലെ ഒരു പ്രഭാത സവാരി. അത് പുള്ളിക്ക് മസ്റ്റാണ്. ഇടവും വലവും നോക്കാതെയുള്ള ഈ പോക്ക് രാജ ശ്രദ്ധിച്ചില്ലെങ്കിലും വാഹനം ഓടിക്കുന്നവർ ശ്രദ്ധിക്കും. ഒപ്പം കാവലായി കൂടെ ഒരു വളർത്തമ്മയും രാജയ്ക്ക് കൂട്ടിനുണ്ട്. കണ്ടില്ലെങ്കിൽ അന്വേഷിച്ചിറങ്ങും ഈ വളർത്തമ്മ. ഊരു ചുറ്റിലാണ് രാജയുടെ മെയിൻ ഹോബി. ഇടയ്ക്ക് വിശ്രമം, ദാഹമകറ്റാൻ കുറച്ച് വെള്ളം കുടി. അങ്ങനെ മറ്റൊരു അതിഥി കൂടി മാനവീയത്തിന്റെ സ്വന്തം മനസ്സ് കീഴടക്കുകയാണ്. ജനം, തിരുവനന്തപുരം.